Good afternoon. We have been discussing about the limitations of this Singer-Prebisch thesis. So far, we have discussed about four limitations of the thesis of the Singer-Prebisch thesis. There were the four limitations were first one was not firm basis for inference. There is not a firm basis for inference. Then a faulty statement of gains and losses of primary products. Third one, faulty index of terms of trade. Then fourth one, neglect of supply conditions. And now we are going to discuss about the fifth one, that is little effect of monopoly power. Little effect of monopoly power, that is another important argument which is put against the Singer-Prebisch thesis, or another criticism against this Singer-Prebisch thesis, that is little effect of monopoly power. So here one of the important arguments in support of the Singer-Prebisch thesis was that higher degree of monopoly power is existing in industry than in agriculture. And this higher degree of monopoly power which is existing in industry than in agriculture, that is a reason for secular deterioration of terms of trade for the developing countries. So one of the reason for this deterioration of terms of trade, or why the terms of trade has gone against the developing nations, one of the reason which has been cited by the thesis is that there is a high degree of monopoly power in industry rather than in agriculture sector. In this connection, it was also agreed that the monopoly element which has prohibited the percolation of benefits of technical progress to the less developed countries. മാത്രമല്ല ഈ മൊണോപ്പൊളി പവർ ഉള്ളതുകൊണ്ടാണ് പലതരത്തിലുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ്, പല രാജ്യങ്ങൾക്കും ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിൽ മൊണോപ്പൊളി ഉള്ളതുകൊണ്ടാണ് ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എവിടേക്ക് പെർക്കുലേറ്റ് ചെയ്യാത്ത, എവിടേക്ക് ഊർന്നിറങ്ങാത്ത, എവിടേക്ക് ലെസ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് വരാത്തത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ദ എംപെറിക്കൽ എവിഡൻസ് ഹാസ് നോട്ട് സപ്പോർട്ടഡ് സച്ച് എ ലൈൻ ഓഫ് ആർഗ്യുമെൻറ്റ്. റിയൽ വേൾഡ് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. അതായത് മൊണോപ്പൊളി പവറാണ് ഈ ടേംസ് ഓഫ് ട്രേഡ്, ഇൻഡസ്ട്രിയിലുള്ള മൊണോപ്പൊളി പവറാണ്, അഗ്രികൾച്ചറിനേക്കാൾ കൂടുതൽ മൊണോപ്പൊളി പവർ ഇൻഡസ്ട്രിയിലുള്ളതാണ് ടേംസ് ഓഫ് ട്രേഡ് അൺഫേവറബിൾ ആകുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, ദിസ് മൊണോപ്പൊളി ഈസ് ദ റീസൺ ഫോർ നോൺ പെർക്കുലേഷൻ ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ടു ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസിൻ്റെ ബെനിഫിറ്റ്സ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് പെർക്കുലേറ്റ് ചെയ്യാത്തത്, ഊർന്നിറങ്ങാത്തത് ഈ മൊണോപ്പൊളി പവർ ഉള്ളത് കൊണ്ടാണെന്ന്. പക്ഷേ ക്രിട്ടിക്സ് പറയുന്നത് എന്താണ്, ഇൻ ദ റിയൽ വേൾഡ് ഓർ ഇൻ ദ എംപെറിക്കൽ എക്സ്പീരിയൻസ് ഓർ എംപെറിക്കൽ എവിഡൻസ് ഡു നോട്ട് സപ്പോർട്ട് സച്ച് ആൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഒരിക്കലും റിയൽ വേൾഡ് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് ക്രിറ്റിസിസം, ലിറ്റിൽ ഇഫക്റ്റ് ഓഫ് മൊണോപ്പൊളി പവർ. Then the sixth one, inapplicability of Angel's law. Angel's law അല്ലെങ്കിൽ ഏഞ്ചൽസ് ലോ നമ്മൾ പറഞ്ഞു. ഏഞ്ചൽസ് ലോ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. നമ്മൾ ആദ്യം തിസിസിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു അസംഷനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് പിന്നെ ടേംസ് ഓഫ് ട്രേഡ് ഡിറ്റീരിയോറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ പ്രൈമറി പ്രോഡക്ട്സ് ഈസ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് വാസ് ബിക്കോസ് ഓഫ് a decline in demand for primary products when there is a development in the country. അതായത് രാജ്യത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പ്രൈമറി പ്രോഡക്ട്സിനുള്ള ഡിമാൻഡ് കുറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി ഏംഗൽസ് ലോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏംഗൽസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഫുഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു റോ മെറ്റീരിയൽസ്. അപ്പം നമ്മളിവിടെ പ്രധാനമായിട്ട് പ്രൈമറി പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസിനേക്കാൾ കൂടുതൽ പ്രൈമറി പ്രോഡക്ട്സിൽ റോ മെറ്റീരിയൽസാണ് നമ്മൾ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏഞ്ചൽസ് ലോ പറയുന്നത് എന്തിനാണ് ബാധകമായിട്ടുള്ളത്, പ്രൈമറി പ്രോഡക്ട്സിൽ തന്നെ ഫുഡ് ഐറ്റംസിനാണ് ബാധകമായിട്ടുള്ളത്. പക്ഷേ ദിസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു റോ മെറ്റീരിയൽസിന് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ സാധാരണ ഒരു ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പ്രധാനപ്പെട്ട പ്രൈമറി പ്രോഡക്ട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പ്രൈമറി പ്രോഡക്ട്സിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആയിരിക്കും. അതുകൊണ്ട് വി കനോട്ട് ജനറലൈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഏഞ്ചൽസ് ലോ ഇൻ ടു ദിസ് തിസിസ്. ഈ തിസിസിൽ ടേംസ് ഓഫ് ട്രേഡ് ഇവയ്ക്ക് എതിരെയായി പോകുന്നതിന് ഒരു കാരണമായിട്ട് നമുക്ക് ഏഞ്ചൽസ് ലോയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
കാരണം നമ്മൾ ഈ എംഗൽസ് ലോ പറയുന്നത് വെച്ചാൽ വെൻ ദ ഇൻകം ഇൻക്രീസസ്, ഒരു വ്യക്തിയുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പം ഫുഡ് ഐറ്റംസിൻ്റെ ഡിമാൻഡ് കുറയും, അതേസമയം മറ്റു സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ തിസിസിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, പ്രൈമറി പ്രോഡക്ട്സ് ഒരു കൺട്രി ഡെവലപ്പ് ആകുമ്പം അല്ലെങ്കിൽ അവരുടെ ഇൻകം വർദ്ധിക്കും, പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറയും. അതുകൊണ്ടാണ് എംഗൽസ് ലോ അല്ലെങ്കിൽ ഏഞ്ചൽസ് ലോ ആപ്ലിക്കബിൾ ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ടേംസ് ഓഫ് ട്രേഡ് ഡിറ്റീരിയോറേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമെന്ന്. പക്ഷേ it is argued that the critics have argued that this Angel's law is applicable only to food items, not to raw materials, because majority of the primary products of less developed countries are raw materials which they export to other countries. Okay, so that is the sixth criticism in applicability of Angel's law. Then comes benefits from foreign investment. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ക്രിറ്റിസിസം പറയുന്നത് നോക്കാം. So here this deterioration of the terms of trade in less developed countries is sometimes connected to the non-transmission of is linked not to the non-transmission of productivity gains to them by advanced countries through lower prices of manufactured goods. അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഈ ടേംസ് ഓഫ് ട്രേഡ് അവർക്ക് പ്രതികൂലമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അഡ്വാൻസ്ഡ് കൺട്രീസിൽ പ്രൊഡക്ടിവിറ്റിയിൽ ഗെയിൻ ഉണ്ടാവും, കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ദേ ഷുഡ് റെഡ്യൂസ് ദ പ്രൈസ്. അവർ പ്രൈസ് കുറച്ചിട്ട് വേണം ആർക്ക് കൊടുക്കേണ്ടത്, ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് കൊടുക്കുന്നത്. പക്ഷേ എന്താണ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഡിറ്റീരിയോറേഷൻ ടേംസ് ഓഫ് ട്രേഡ് ഫോർ ദ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഈസ് ലിങ്ക്ഡ് നോട്ട് ടു നോൺ ട്രാൻസ്മിഷൻ ഓഫ് productivity gains to them by advanced countries through lower price of manufactured goods, but the benefits from foreign investment have percolated to the less developed countries through product innovations, product improvement and product diversification. പക്ഷേ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും അവർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് ഇന്നോവേഷൻസ്, പുതിയ പുതിയ പ്രോഡക്ട്സിലൂടെ, അതുപോലെ പ്രോഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ, അതുപോലെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, വ്യത്യസ്തങ്ങളായ പ്രോഡക്ട്സ് കൊണ്ടുവരുന്നതിലൂടെ പലപ്പോഴും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് വെച്ചാൽ ഡിറ്റീരിയോറേഷൻ ടേംസ് ഓഫ് ട്രേഡ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാകുമ്പോൾ അത് വില കുറച്ച് ആർക്ക് തരാനായിട്ട്, നമുക്ക് തരാനായിട്ട് അവർ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ പ്രൊഡക്ടിവിറ്റി ഗെയിൻസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, അല്ലെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്ന നേട്ടം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ഉള്ളതല്ല പ്രധാനമായിട്ടും അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പലതരത്തിലുള്ള ബെനിഫിറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പ്രൊഡക്റ്റ് ഇന്നോവേഷനിലൂടെയും പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിലൂടെയും പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനിലൂടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ these benefits can offset any adverse effect of foreign investment upon terms of trade and process of growth. അപ്പോൾ ഈ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായി എന്തെങ്കിലും ടേംസ് ഓഫ് ട്രേഡിനെ ഏതെങ്കിലും രീതിയിൽ മോശമായി ബാധിക്കുകയോ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിനെ ഏതെങ്കിലും രീതിയിൽ മോശമായി ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് അവരുടെ പ്രോഡക്റ്റ് ഇന്നോവേഷനിലൂടെയും പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റിലൂടെയും പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, അതുപോലെ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്, പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, അവയിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടേംസ് ഓഫ് ട്രേഡിനെ സ്വാധീനിക്കുന്ന ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടേംസ് ഓഫ് ട്രേഡിനെ സ്വാധീനിക്കുന്ന ആ ഒരു ലെവലുണ്ട്, അതിനേക്കാൾ കൂടുതലായിരിക്കും, ആ ഇഫക്റ്റിനേക്കാൾ കൂടുതലായിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. Okay, that is the seventh criticism. And the eighth criticism is difficult to assess variation in demand for primary products. Primary productsൻ്റെ ഡിമാൻഡ് കണക്കാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ക്രിട്ടിക്സ്, the deterioration of the terms of trade during the 1870s to 1930 periods was due to the declining world demand for primary products.
അപ്പോൾ ഈ 1870 മുതൽ 1930 വരെയുള്ള കാലഘട്ടത്തിൽ എന്താണ് ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ടേംസ് ഓഫ് ട്രേഡ് പ്രതികൂലമായത് എന്തുകൊണ്ടാണ്? ലോകത്ത് മൊത്തത്തിൽ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. ആ പീരീഡിൽ പ്രത്യേകിച്ചും എന്താണ് ദർ വെയർ സോ മെനി ചേഞ്ചസ് ഇൻ വേൾഡ് പോപ്പുലേഷൻ. വേൾഡ് പോപ്പുലേഷനിൽ വ്യത്യാസം ഉണ്ടായി, പ്രൊഡക്ഷൻ ടെക്നിക്സിൽ വ്യത്യാസം ഉണ്ടായി, അപ്പോൾ ലിവിങ് സ്റ്റാൻഡേർഡ്സിലും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിലൊക്കെ ധാരാളം മാറ്റങ്ങളുണ്ടായി ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വി കനോട്ട് കറക്റ്റ്ലി മെഷർ the demand for primary products and the impact of these changes upon the terms of trade. അപ്പോൾ ഈ 1930s തൊട്ടുള്ള 1870 തൊട്ട് 1930 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് വേൾഡിൽ ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ടെക്നോളജിയിലും ലിവിങ് സ്റ്റാൻഡേർഡ്സിലും മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ക്രിട്ടിക്സ് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അസസ് പ്രിസൈസ്ലി ദി ചേഞ്ചസ് ഇൻ വേൾഡ് ഡിമാൻഡ് ഫോർ പ്രൈമറി പ്രോഡക്ട്സ്. ലോകത്തെ അന്നുള്ള പ്രൈമറി പ്രോഡക്ട്സിന് ഡിമാൻഡ് കൃത്യമായിട്ട് അളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ ആ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടേംസ് ഓഫ് ട്രേഡ് പറയുന്നത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. ദെൻ 9th one, export instability and price variations. Export instability and price variations. എക്സ്പോർട്ടിലുള്ള ഇൻസ്റ്റെബിലിറ്റി മീൻസ് അസ്ഥിരതയും പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻസും. അപ്പം അടുത്ത ഒരു ക്രിറ്റിസിസമാണ് പറയുന്നത് എക്സ്പോർട്ട് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് പ്രൈസ് വേരിയേഷൻസ് എന്ന് പറയുന്നത്. സോ one of the important suggestions made by the Prebisch-Singer thesis was that instability in the less developed countries was basically due to variations in the prices of primary products in relation to manufactured products. പ്രത്യേകിച്ചും ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ വളരെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എക്സ്പോർട്ട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രൈമറി പ്രോഡക്ട്സിൻ്റെ വിലയിലുണ്ടാകുന്ന വേരിയേഷൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ മെയിൻ ക്രിട്ടിക്കായ മാർക്ക് ബീൻ എന്ന ക്രിട്ടിക്സ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, എക്സ്പോർട്ട് ഇൻസ്റ്റെബിലിറ്റി ഇൻ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് കുഡ് ബി ഓൺ അക്കൗണ്ട് ഓഫ് ക്വാളിറ്റി വേരിയേഷൻസ് റാദർ ദാൻ പ്രൈസ് വേരിയേഷൻസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എന്താണ്, മാക്ക് ബീൻ എന്ന് പറയുന്ന ക്രിട്ടിക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസിലെ ഈ എക്സ്പോർട്ടിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്, അസ്ഥിരത ഉണ്ടാകുന്നത് പ്രൈസ് വേരിയേഷൻസ് കൊണ്ടല്ല, ക്വാളിറ്റി വേരിയേഷൻസ് കൊണ്ടാണ്. ഇവരുടെ പ്രോഡക്ട്സ് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ഇതിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത്, അല്ലാതെ പ്രൈസ് വേരിയേഷൻസ് കൊണ്ടല്ല എന്നാണ് ക്രിട്ടിക്സ് സൂചിപ്പിക്കുന്നത്. മാക്ക് ബീൻ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കാണ് പ്രധാനമായിട്ടും ഈ പോയിന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ദെൻ 10th one, ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് സെക്ടർ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഡൊമസ്റ്റിക് സെക്ടർ. ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് സെക്ടർ നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഡൊമസ്റ്റിക് സെക്ടർ. ഒരിക്കലും എക്സ്പോർട്ട് സെക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഡൊമസ്റ്റിക് സെക്ടറിൻ്റെ ചിലവിലായിരിക്കരുത്. ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് സെക്ടർ നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഡൊമസ്റ്റിക് സെക്ടർ. എക്സ്പോർട്ട് സെക്ടറിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, ഡൊമസ്റ്റിക് സെക്ടറിൻ്റെ ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവയുടെ ഗ്രോത്തിനെ ഡൊമസ്റ്റിക് സെക്ടറിൻ്റെ ഗ്രോത്തിനെ കുരുതി കൊടുത്തുകൊണ്ടായിരിക്കരുത് എക്സ്പോർട്ട് സെക്ടറിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിംഗർ-പ്രബിഷ് തീസിസിൽ സിംഗർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ പുവർ കൺട്രീസ് enlarged the export sector. So as a result of the increase in foreign investment in less developed countries, there was an enlargement of the export sector, but it was at the expense of the growth of domestic sector. പക്ഷേ അതുണ്ടായിരിക്കുന്നത് എക്സ്പോർട്ട് സെക്ടറിൻ്റെ വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്തിൻ്റെ വളർച്ചയെ തടയിട്ടുകൊണ്ടാണ്? ഡൊമസ്റ്റിക് സെക്ടറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള സെക്ടറിൻ്റെ അതിൻ്റെ വളർച്ചയെ തടയിട്ടുകൊണ്ടാണ് എന്തിൻ്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്? ഈ എക്സ്പോർട്ട് സെക്ടറിൻ്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നതെന്നാണ് സിംഗർ പറയുന്നത്. പക്ഷേ ദിസ് ഈസ് നോട്ട് ട്രൂ ഓൾവേസ്. ഇതെപ്പോഴും ട്രൂ ആവണമെന്നില്ല. കാരണം എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാവ് നോട്ട് ഓൾവേസ് ക്രൗഡഡ് ഔട്ട് ദ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. പലപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായി ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. മീൻസ് എപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനെ ക്രൗഡ് ഔട്ട് ചെയ്യില്ല? ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്രൗഡ് ഔട്ട് ചെയ്യില്ല. ചിലപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റും ഗ്രോ ചെയ്യാറുണ്ട്. ഒരിക്കലും എല്ലായ്പ്പോഴും തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്രൗഡായിട്ട് അല്ലെങ്കിൽ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇല്ലാതാക്കുന്ന ഒന്നല്ല ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് സെക്ടർ ഈസ് നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ ഡൊമസ്റ്റിക് സെക്ടർ. എക്സ്പോർട്ട് സെക്ടർ പലപ്പോഴും വളരുന്നത് എന്തിൻ്റെ എക്സ്പെൻസിലല്ല? ഡൊമസ്റ്റിക് സെക്ടറിൻ്റെ എക്സ്പെൻസിലല്ല, ഡൊമസ്റ്റിക് സെക്ടറിൻ്റെ ചിലവിലല്ല. അപ്പോൾ അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പലപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാവ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് സെക്ടർ.
പലപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പോർട്ട് സെക്ടറിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരിക്കലും എന്താണ് വേഴ്സണിങ് ഓഫ് ദ ടേംസ് ഓഫ് ട്രേഡ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ നോൺ ഗ്രോത്ത് ഓഫ് ഡൊമസ്റ്റിക് സെക്ടർ. ടേംസ് ഓഫ് ട്രേഡ് ഉണ്ടാകുന്ന വേഴ്സണിങ് അല്ലെങ്കിൽ ടേംസ് ഓഫ് ട്രേഡ് ഡെവലപ്പിംഗ് കൺട്രീസിനെതിരായിട്ട് പോകുന്നത് ഒരിക്കലും എന്തിൻ്റെ വളർച്ചയില്ലായ്മ കൊണ്ടല്ല, ഈ ഡൊമസ്റ്റിക് സെക്ടറിൻ്റെ വളർച്ചയില്ലായ്മ കൊണ്ടല്ലെന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. ആൻഡ് ദ 11th one is faulty policy prescription. faulty policy prescription, അതായത് സിംഗർ-പ്രെബിഷ് തീസിസ് സജസ്റ്റ് ചെയ്യുന്ന പോളിസി എന്ന് പറയുന്നത് തെറ്റാണ്. എന്ത് പോളിസിയാണ് രാജ്യം അഡോപ്റ്റ് ചെയ്യേണ്ടത്, അവർ സജസ്റ്റ് ചെയ്യുന്ന പോളിസി, പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോളിസി എന്ന് പറഞ്ഞാൽ ഫോൾട്ടിയാണ്. അതായത് സിംഗർ-പ്രെബിഷ് തീസിസിൽ അവർ പ്രധാനമായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, അബോളിഷൻ ഓഫ് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി, അഡോപ്ഷൻ ഓഫ് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി. എന്ത് അഡോപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, പ്രൊട്ടക്ഷൻ അഡോപ്റ്റ് ചെയ്യണം. അതായത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ടാരിഫ് ബാരിയേഴ്സും നോൺ ടാരിഫ് ബാരിയേഴ്സൊക്കെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അവരുടെ വേഴ്സണിങ് ഓഫ് ടേംസ് ഓഫ് ട്രേഡ് പ്രതികൂലമാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി ഫോളോ ചെയ്യണമെന്നാണ് സിംഗർ-പ്രെബിഷ് തീസിസിൽ പറയുന്നത്. അപ്പം ഈ ടാരിഫ് ബാരിയേഴ്സും നോൺ ടാരിഫ് ബാരിയേഴ്സും ഒക്കെ ഇമ്പോർട്ടിന് മുകളിൽ എന്താണ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ദാറ്റ് ഈസ് നോട്ട് എ ലോങ് ലിവ്ഡ് വൺ. അത് കുറേ കാലം നീണ്ടു നിൽക്കില്ല. ഇഫ് വി ആർ ഇമ്പോസിങ് ടാരിഫ് റെസ്ട്രിക്ഷൻസ് ആസ് വെൽ ആസ് നോൺ ടാരിഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഓൾ കമ്മോഡിറ്റീസ്, ദാറ്റ് വിൽ നോട്ട് ലിവ് ലോങ്. അത് കുറേ നാൾ നീണ്ടു നിൽക്കില്ല. കാരണം എന്താണ്, ദേ വിൽ പ്രൊവോക്ക് റിറ്റാലിറ്ററി ആക്ഷൻസ് ഫ്രം ദ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ദാറ്റ് വിൽ കോസ് ഗ്രേറ്റ് ഇഞ്ചുറി ടു ദ ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. കാരണം അങ്ങനെ ഒരു പോളിസി ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഫോളോ ചെയ്താൽ, അവർ ഇമ്പോർട്ടിന് മുകളിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആരുടെ ഭാഗത്തു നിന്ന് റിറ്റാലിയേഷൻ ഉണ്ടാവും, ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ തിരിച്ചടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പിന്നെയും ആർക്ക് ഇഞ്ചുറി ഉണ്ടാവുകയുള്ളൂ, ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് വീണ്ടും അപകടം ഉണ്ടാവാൻ കാരണമാകുകയുള്ളൂ. അതുകൊണ്ട് ഇവർ പറയുന്ന പോളിസി പ്രിസ്ക്രിപ്ഷൻ, അതായത് റെഗുലേറ്ററി പോളിസീസ്, അതായത് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് കൊണ്ടുവരണം എന്ന് പറയുന്നത് നമുക്ക് അധികം അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ക്രിട്ടിക്സിൻ്റെ അഭിപ്രായം. Then 12th one, thus lack of empirical support. എന്തിൻ്റെ അഭാവം, റിയൽ വേൾഡ് എക്സ്പീരിയൻസിൽ റിയൽ വേൾഡ് സപ്പോർട്ടില്ല. റിയൽ വേൾഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എംപറിക്കലായിട്ടുള്ള റിയൽ വേൾഡിലുള്ള ഒരു പഠനത്തിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും മെനി സ്റ്റഡീസ് വെയർ ഡൺ ബൈ മെനി എക്കോണമിസ്റ്റ് ലൈക്ക് മോർഗൻ, ദെൻ എൽസ്വർത്ത്, ഹബേർലർ, കിൻഡിൽബർഗർ, ലിപ്സി തുടങ്ങിയവരാണ് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പഠിച്ചത്. ദേ ഹാവ് നോട്ട് സപ്പോർട്ടഡ് ദി സെക്യുലർ ഡിറ്റീരിയേഷൻ ടേംസ് ഓഫ് ട്രേഡ് ഹൈപ്പോത്തസിസ്. അപ്പോൾ പ്രബിഷ് സിംഗർ തീസിസിൽ പറയുന്നത് വെച്ചാൽ എപ്പോഴും ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് എതിരായിട്ട് ടേംസ് ഓഫ് ട്രേഡ് പോകുന്നു, തുടർച്ചയായിട്ട് ടേംസ് ഓഫ് ട്രേഡ് അവർക്ക് പ്രതികൂലമായി വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ നടത്തിയ സ്റ്റഡീസിൽ മോർഗൻ ആയാലും എൽസ്വർത്ത് ആയാലും കിൻഡിൽബർഗർ ആയാലും ഹബേർലർ ആയാലും ലിപ്സി ആയാലും ഇവരൊക്കെ നടത്തിയ സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്തില്ല എന്ന് പറഞ്ഞാൽ ടേംസ് ഓഫ് ട്രേഡിലുള്ള ഒരു ഡിറ്റീരിയറേഷൻ സംഭവിക്കുന്നില്ല. അവരുടെ സ്റ്റഡീസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ലിപ്സി തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഓൾദോ ദർ ഹാസ് ബീൻ വെരി ലാർജ് സ്വിങ്സ് ഇൻ US ടേംസ് ഓഫ് ട്രേഡ് സിൻസ് 1879, നോ ലോങ് ടേം ട്രെൻഡ് വാസ് എമേർജ്ഡ്. US എന്താണ് ടേംസ് ഓഫ് ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ 1879 തൊട്ട് അവിടെ ചെറിയ സ്വിങ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു ലോങ് ടേം ട്രെൻഡ് അവിടെ ഉണ്ടാവുന്നില്ല. അതായത് US ടേംസ് ഓഫ് ട്രേഡിൽ ഒരു സ്വിങ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ടേംസ് ഓഫ് ട്രേഡിൽ ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിട്ട്, പക്ഷേ അതൊരിക്കലും നീണ്ട കാലം നിലനിൽക്കുന്ന ഒന്നായിരുന്നില്ല എന്നാണ് ഇവരുടെ പഠനങ്ങൾ പലതും സൂചിപ്പിക്കുന്നത്. അതായത് വേൾഡ് വാർ സെക്കൻഡ് തൊട്ടുള്ള അവരുടെ പല US ടേംസ് ഓഫ് ട്രേഡ് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ദ ആവറേജ് ഓഫ് US ടേംസ് ഓഫ് ട്രേഡ് സിൻസ് World War II was almost the same as before the World War I. വേൾഡ് വാർ ഫസ്റ്റിന് ഉണ്ടായിരുന്ന ടേംസ് ഓഫ് ട്രേഡും വേൾഡ് വാർ സെക്കൻഡിന് ശേഷമുള്ള ടേംസ് ഓഫ് ട്രേഡൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണെന്നാണ് അവരുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒബ്ജക്ഷൻ, അതായത് സിംഗർ-പ്രെബിഷ് തീസിസിനെതിരായിട്ടുള്ള ഈ എന്താണ് എംപെറിക്കൽ സപ്പോർട്ടില്ല എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു വലിയ സൗണ്ടായിട്ടുള്ള, അത്ര ഒരു കൃത്യമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് അല്ല.
പലതരത്തിലുള്ള എംപറിക്കൽ സ്റ്റഡീസും ഈ അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുള്ള പല എംപറിക്കൽ സ്റ്റഡീസും ഈ ഹൈപ്പോത്തസിസിന് സിംഗർ-പ്രെബിഷ് ഹൈപ്പോത്തസിന് ഫേവറായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒബ്ജെക്ഷൻസ് ഒക്കെ ആണ്, ദർ ആർ സോ മെനി ഒബ്ജെക്ഷൻസ് റേസ്ഡ് അഗെയിൻസ്റ്റ് സിംഗർ-പ്രെബിഷ് തീസിസ്. പക്ഷേ ദ എംപറിക്കൽ എവിഡൻസ് ഹാസ് അക്യുമുലേറ്റഡ് ഇൻ സപ്പോർട്ട് ഓഫ് ഇറ്റ്. പല എംപറിക്കൽ എവിഡൻസസും എന്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്? ഈ സിംഗർ-പ്രെബിഷ് തീസിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ടാഡ്, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഏജൻസി, യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസിയാണ് അങ്ടാഡ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ 1950-61 ടു അത് കണക്കാണ് 1960-73 പീരീഡ്സ്. അതായത് 1950-61 കാലഘട്ടത്തിലെയും 1960-73 പീരീഡ്സിലെയും അങ്ടാഡിൻ്റെ പഠനം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ദർ വാസ് എ ഡിക്ലൈൻ ഇൻ ടേംസ് ഓഫ് ട്രേഡ് ഓഫ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എഗെയിൻസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. എന്താണ് ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ടേംസ് ഓഫ് ട്രേഡിൽ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്, കുറവുണ്ടായിട്ടുണ്ട്. ഏത് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാനുഫാക്ചേർഡ് നേഷൻസിൻ്റെ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച് എന്താണ് ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ടേംസ് ഓഫ് ട്രേഡിൽ ഡിക്ലൈൻ വന്നിട്ടുണ്ടെന്നാണ് പല പഠനങ്ങളും അങ്ടാഡ് പോലുള്ള ഏജൻസി നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓക്കെ, ഇത് കേൾക്കുക, കേട്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം.